നെന്മാറ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ട് പ്രദേശവാസികൾക്കും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ദുരിതമായി മാറുന്നു. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിലൂടെ നടക്കുന്നതിനിടെ പലരും കാൽവഴുതി വീഴുന്നതും ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാവുകയും യാത്ര ഏറെ ദുഷ്കരമാവുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ പൊതുജനങ്ങളും ദിവസേന ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. വെള്ളക്കെട്ട് മൂലം റോഡിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലത്തുനിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് സർക്കാർ സ്കൂൾ പ്രവർത്തിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. മഴക്കാലത്ത് വിദ്യാർത്ഥികൾ വെള്ളക്കെട്ട് മറികടന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉടൻ പ്രത്യക്ഷ ഗണപതി ഹോമം നടക്കാനിരിക്കുകയാണെന്നും ഈ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ വെള്ളക്കെട്ട് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാകുമെന്നും ക്ഷേത്രസമിതി രക്ഷാധികാരി സുധാകരൻ പറഞ്ഞു. നമ്മുടെ വേട്ടയ്ക്കൊരുമ അമ്പലത്തിൻ്റെ മുമ്പിൽ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. ഞങ്ങൾ പറഞ്ഞ മതിയായി. ഇത് PWD ഉണ്ട്, പഞ്ചായത്ത് വെച്ചുണ്ട്, ഒന്നും ഒരു വിവരമില്ല. അമ്പലത്തിൻ്റെ മുമ്മടത്ത് അമ്പലത്തിൽ എപ്പോഴും ഓരോ പ്രോഗ്രാം വരിക ഭഗവാന്റെ മുമ്പിൽ. ഇതൊന്ന് ദയവ് ചെയ്ത് അത് പഞ്ചായത്ത് ആയാലും ശരി PWD ആയാലും ശരി ഒന്ന് ചെയ്തു തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഭക്തജനങ്ങൾക്ക് അപകടമില്ലാതെ ക്ഷേത്രത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കാൻ അടിയന്തര നടപടി വേണമെന്നും വേലക്കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നെന്മാറ ദേശത്തിൻ്റെ. ഈ ക്ഷേത്രത്തിലെ നിരവധി ഭക്തജനങ്ങളും ഇവിടെ എന്നും ഓരോ വിശേഷങ്ങൾക്ക് വേണ്ടി തൊഴുകാൻ വേണ്ടി എത്തുമ്പോൾ ഒരു വാഹനം നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഇത്രയും തിരക്ക്, ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. വരുന്ന വാഹനത്തിൽ നിന്നും ആ ടയറിൽ നിന്നുള്ള വെള്ളമാണ് അമ്പലത്തിനകത്തേക്ക് പോലും തെറിക്കുന്നത്. അതിനൊക്കെ പുറമെ ഇവിടെ വന്ന് നടത്തുന്ന ആളുകളുടെ മേലെ മുഴുവൻ ചേറും വെള്ളവും തെളിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുക. അതിന് പുറമെ ഇരുചക്ര വാഹനങ്ങൾ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴിയിൽപ്പെട്ട് വീഴുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്. കാൽനടക്കാർക്കും ഇതിനകത്തുള്ള ഈ കുഴിയിലെ വെള്ളത്തിൽ വീഴാൻ ഉള്ള ഒരു എന്താണ് നടക്കുന്നത്. കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു വെള്ളക്കെട്ട് സംവിധാനം ഇവിടുന്ന് ആ ഭാഗത്തുള്ള ചാലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അധികൃതരോട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നടപ്പാകുന്നില്ല. ഈ വർഷമെങ്കിലും നടപ്പിലാകട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നെന്മാറ ദേശത്തിൻ്റെ ഈ വർഷത്തെ പ്രത്യക്ഷ ഗണപതി ഹോമം വേട്ടയ്ക്കൊരുമൻ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇത് നന്നാക്കി കിട്ടിയാൽ ഞങ്ങളുടെ ദേശത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമാകും എന്നും കൂടെ പറഞ്ഞുകൊണ്ട്, ഇതിലൊക്കെ ഉപരി നമ്മുടെ നെന്മാറയുടെ പ്രധാനപ്പെട്ട ഗേൾസ് ഹൈസ്കൂളാണ് ഇതിന്ന് 100 മീറ്റർ അപ്പുറത്തുള്ളത്. സ്കൂൾ വിടുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾ ഏകദേശം 2500ഓളം വിദ്യാർത്ഥികളുണ്ട്. അതിലേകദേശം 2000ഓളം കുട്ടികൾ നടന്നു തന്നെയാണ് പോകുന്നത്. അവരുടെ ഈ യാത്ര നടന്നു വരുന്ന സമയത്തുള്ള വാഹനങ്ങളുടെ തിരക്കും, ബസ് വരുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാം ഈ വെള്ളത്തിലാണ് ചവിട്ടുന്നത്. അതുപോലെ ഈ വെള്ളത്തിൽ തെറിച്ച യൂണിഫോമിൽ വരെ ചളിയാകുന്നൊരു കാലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നും എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു UTV ഇതും കൂടെ എടുത്ത് അധികൃതരുടെ കണ്ണിലെത്തിക്കണം എന്നും കൂടെ അപേക്ഷിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.